നമസ്കാരം. ധനുസ് പി സി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരള പി സി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ബയോളജി ഭാഗത്തുള്ള ചില ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ നമുക്ക് വളരെ കൺഫ്യൂഷൻ അടിക്കാവുന്ന ഒരു 5-6 ചോദ്യങ്ങളുടെ സീരീസാണിത്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പക്ഷാഘാതം, പ്രമേഹം, ആർത്രോസ്ക്ലിറോസിസ്, ഹൃദയാഘാതം എന്നിവയുണ്ട്. ആൻസർ നമുക്കറിയാം, എന്താണ്? ആർത്രോസ്ക്ലിറോസിസ് ആണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം, ഉൾവ്യാസം, അകത്തെ വ്യാപ്തം, അല്ലേ? കുഴലിൻ്റെ അകത്തെ വ്യാപ്തം, രക്തധമനികളുടെ അകത്തുള്ള ഈ വ്യാപ്തം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ആർത്രോസ്ക്ലിറോസിസ് എന്ന് പറയാം. കൊഴുപ്പെന്ന് പറയുമ്പോൾ എന്താകാം? കൊളസ്ട്രോൾ ആയിരിക്കും വന്ന് അടിയുക. കൊളസ്ട്രോൾ നമ്മൾ കഴിക്കുന്ന ആ കൊഴുപ്പുകൾ കൊളസ്ട്രോളായിട്ട് രൂപാന്തരപ്പെടുന്നു. ആ കൊളസ്ട്രോൾ ആണെന്ത്? കൊളസ്ട്രോൾ രക്തധമനികളിൽ കൊളസ്ട്രോൾ രക്തധമനികൾ അടിയുന്നത് മൂലം അതിൻ്റെ ഉൾവ്യാസം, അല്ലേ, ഉൾവ്യാസം കുറയുന്നു. ആ ഒരവസ്ഥയാണെന്ത്? ആർത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആർത്രോസ്ക്ലിറോസിസിൻ്റെ ഫലം അതാണ് ഉത്തരം നമുക്ക്, അല്ലേ? ഇനി ഇതിൻ്റെ ഫലമായി എന്തുണ്ടാകാം? ആർത്രോസ്ക്ലിറോസിൻ്റെ ഫലമായി നമുക്ക് എന്തുണ്ടാകാം? എന്തുകൂടി ഉണ്ടാകാം? ആർത്രോസ്ക്ലിറോസിസ് എന്താണ്? ഇതിൻ്റെ ഉൾവശം കുറയുന്ന അവസ്ഥയാണെന്ത്? ആർത്രോസ്ക്ലിറോസിസ്. ഇതിൻ്റെ ഉൾവശം, രക്തധമനികളുടെ ഉൾവശം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ആർത്രോസ്ക്ലിറോസിസ്. ഇനി ഇതിൻ്റെ ഫലമായി, ഇതിൻ്റെ ആർത്രോസ്ക്ലിറോസിസിൻ്റെ ഫലമായി നമുക്ക് ത്രോംബോസിസ് ഉണ്ടാകാം. ത്രോംബോസിസ്, അല്ലേ? ഈ ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് രക്തക്കുഴലിൻ്റെ ഭിത്തി പരുപരുത്തതായിത്തീരുന്നുണ്ട്. അവിടേക്ക് ഈ പ്ലേറ്റ്ലെറ്റുകളും രക്തകോശങ്ങൾ, രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും വന്ന് അടിയുന്നു, അവിടെ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ രക്തക്കട്ട ഉണ്ടാകും. അതാണെന്ത്? ത്രോംബോസിസ്. അതായത് ഈ സ്മൂത്തായി കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വല്ല ഒഴുക്കനെ പോകുന്ന, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്ന ബ്ലഡ് പോയില്ലേ, ആ ഭാഗത്ത് ഇവിടെ അങ്ങ് പരുപരുത്തതായിത്തീരും. അത് കൊഴുപ്പ് വന്നടിയുമ്പോൾ, കൊളസ്ട്രോൾ വന്നടിയുമ്പോഴത്തേക്കിന് അവിടെ പരുപരുത്തതായിത്തീരുന്നു. ആ പരുപരുത്ത ഭാഗത്തേക്ക് ആര് കയറുന്നു? ആ രക്തക്കുഴലിൻ്റെ പരുപരുത്ത ഭാഗത്തേക്ക് നമ്മുടെ ആരൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റുകളും അതുപോലെ ചുവന്ന രക്താണുക്കളും അരുണ രക്താണുക്കളും വന്ന് അടിയുന്നു. അങ്ങനെ അവിടെ വന്ന് ഒട്ടിപ്പിടിച്ചിട്ട് എന്താകുന്നു? രക്തക്കട്ടകൾ ഉണ്ടാകുന്നു. ആ പ്രക്രിയയാണെന്ത്? ത്രോംബോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ രക്തക്കട്ട ഉണ്ടാകുന്ന പ്രക്രിയയാണെന്ത്? ത്രോംബോസിസ് എന്ന് പറയുന്നത്. അതാണ് ത്രോംബോസിസ്, അല്ലേ? അപ്പോൾ വേറൊരു കാര്യം പറയാം. എന്താണ് സെറിബ്രൽ ത്രോംബോസിസ്, അല്ലേ? സെറിബ്രൽ ത്രോംബോസിസ് അപ്പോൾ എന്താണ്? സെറിബ്രൽ ത്രോംബോസിസ് രക്തക്കട്ടയാണെങ്കിൽ സെറിബ്രൽ ത്രോംബോസിസ് എന്താണ്? സെറിബ്രൽ ത്രോംബോസിസ് എന്താണ്? എന്തായിരിക്കും? അതായത് തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ധമനിക്കകത്തോട്ട് രക്തം കട്ട പിടിച്ചിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന ആ പ്രക്രിയയാണെന്ത്? സെറിബ്രൽ ത്രോംബോസിസ്. ഒന്നുകൂടി, മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ധമനിയിൽ രക്തം കട്ട പിടിച്ച് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ആ പ്രക്രിയയാണെന്ത്? സെറിബ്രൽ ത്രോംബോസിസ്. ഒന്നുകൂടി, മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ധമനിയിലേക്ക് ഈ രക്താണുക്കളോ പ്ലേറ്റ്ലെറ്റുകളോ വന്ന് രക്തം കട്ട പിടിച്ചിട്ട്, അല്ലേ, ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അതാണ്. അപ്പോൾ എന്തുണ്ടാകാം? സെറിബ്രൽ ത്രോംബോസിസ് എന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ വേറൊരു വാക്ക് എന്താ? സ്ട്രോക്ക് എന്താണ്? പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്തായിരിക്കും? എന്താണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്? ഒന്ന് സിമ്പിളായി പറഞ്ഞാൽ, മസ്തിഷ്കത്തിന്, നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക്, അല്ലേ, മസ്തിഷ്കത്തിന് വലിയൊരു ഭാഗമാണ്, തലച്ചോറിന് വലിയ ഭാഗമാണ്, അല്ലേ, ഈ ഭാഗങ്ങൾക്ക് കേടുവരുന്ന അവസ്ഥയാണ് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക് കേടുവരുന്ന അവസ്ഥയാണെന്ത്? പക്ഷാഘാതം എന്ന് പറയുക, അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം, നമ്മുടെ പറയാം ഇടതുഭാഗം, നമ്മുടെ ഇടതുവശം, അല്ലേ,
മസ്തിഷ്കത്തിൻ്റെ വലത് ഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നത്, പറയാറില്ലേ, കേട്ടിട്ടില്ലേ? അതുപോലെ വലതുവശം നമ്മുടെ വലതുവശം മസ്തിഷ്കത്തിൻ്റെ ഇടത് ഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോഴതുപോലെ സെറിബ്രം എന്ന ഭാഗമുണ്ട്, സെറിബെല്ലം എന്ന ഭാഗമുണ്ട്, അല്ലേ? അതുപോലെ എന്താണ് ഹൈപ്പോതലാമസും തലാമസും ഒക്കെയുള്ള ആര് നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിന് ആ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക് കേടുവരുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? പക്ഷാഘാതം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മസ്തിഷ്കത്തിന് എന്ത് ലഭിക്കുന്നില്ല? വേണ്ടത്ര രക്തം. നമ്മുടെ മസ്തിഷ്കത്തിന് അല്ലേ, അതായത് പ്രവർത്തിക്കണേ ആര് വേണം? രക്തം വേണം, ഇല്ലേ? അത് പ്രവർത്തിക്കണേ ആര് വേണം? രക്തം വേണം. അപ്പോൾ ആ ഭാഗത്തേക്ക് വേണ്ടത്ര രക്തം എത്താതെ വരുമ്പോൾ എന്ത് സംഭവിക്കാം? മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക് കേടുവരുന്നു. മസ്തിഷ്കത്തിലേക്ക് വേണ്ടത്ര, അതിനാവശ്യമുള്ളത്ര എപ്പോഴും പ്രവർത്തിക്കുന്ന, അല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്തും പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോഴുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറിലെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിന് വേണ്ടത്ര രക്തം ലഭിക്കാതെ വരുന്നതിനാൽ അല്ലേ, ആ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? കേടുവരുന്നു. അതാണെന്ത്? പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവം അതാണ്. ഓക്കെ, ഇനി ഇവിടെ പ്രമേഹമുണ്ട്, ഹൃദയാഘാതമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് മൂലം, കൊഴുപ്പടിയുമല്ലോ. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക? കൊഴുപ്പടിയുന്ന ഇവിടെ ആയിരിക്കണം അല്ലേ, രക്തക്കുഴലിൽ കൊഴുപ്പടിയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ രക്തസമ്മർദ്ദം BP കൂടുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പതിവായിട്ടല്ലെങ്കിൽ എന്താകാം? ഇത് രണ്ടും കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം? പ്രമേഹമായാലും ഹൃദയാഘാതവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം അപ്പോൾ കൊഴുപ്പടിയുന്നവരുണ്ടാകുന്ന അസുഖങ്ങളാണ്. പ്രമേഹമായാലും ഹൃദയാഘാതമായാലും പക്ഷാഘാതമായാലും ആർത്രോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ കൊഴുപ്പടിയുക. പക്ഷേ നമ്മുടെ ഉത്തരം എന്താണ്? രക്തധമനികളുടെ വ്യാസം കുറയുന്നത് ആറ് മാത്രമേ ഉള്ളൂ? ആർത്രോസ്ക്ലീറോസിസ് ആണ് അല്ലേ. അവിടെ എന്തുകൊണ്ടാകാം? രക്തധമനികളുടെ വ്യാസം എന്ന വാക്കിലേക്ക് നമുക്ക് ഇതെത്താൻ പറ്റുകയുള്ളൂ. ബാക്കി ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് എന്താ കിട്ടാതിരിക്കും? രക്തം കിട്ടാതിരിക്കുന്ന അവസ്ഥയാണല്ലേ. അപ്പോൾ ആ ഭാഗത്ത് തടസ്സം നേരിടും. അതാണ് എന്ത്? ഹൃദയാഘാതം സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ BP കൂടിയാലും പ്രമേഹം, അല്ലെങ്കിൽ എന്താ പറയുക, കൊഴുപ്പടിഞ്ഞ് കൂടുമ്പോഴത്തേക്കിനും പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊഴുപ്പിൻ്റെ കാരണങ്ങൾ താൻ. പക്ഷേ ഇവിടെ വ്യാസം എന്ന ഇത് പറയുമ്പോൾ രക്തധമനികളുടെ വ്യാസം കുറയുമ്പോൾ, കൊളസ്ട്രോൾ അടിയുമ്പോഴോ അല്ലാതെ കൊഴുപ്പടിയുമ്പോഴോ അതിൻ്റെ വ്യാസം കുറയുമ്പോൾ ഉള്ള അസുഖമാണെന്ത്? ആർത്രോസ്ക്ലീറോസിസ്. ഓക്കെ, പക്ഷാഘാതം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹൃദയാഘാതം അത് തന്നെ. ഹൃദയാഘാതം പക്ഷാഘാതം എന്ന് പറയുമ്പോൾ അല്ലേ, തളർന്നു വീഴുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിന് കേടുവരുന്നു അല്ലേ. അപ്പോൾ മറ്റേ ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ വലതുവശമാണെങ്കിൽ നമ്മുടെ ഇടത് ഭാഗത്തിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ വലതുവശത്തെ കോശങ്ങൾക്കാണ്, മസ്തിഷ്കത്തിൻ്റെ വലതുവശത്തെ കോശങ്ങൾക്കാണ് കേട് വന്നതെങ്കിൽ നമ്മുടെ ഇടത് ഭാഗം തളർന്നു പോകുന്നു അല്ലേ, സ്ട്രോക്കായിട്ട് മാറുന്നു. ഓക്കെ, സ്ട്രോക്ക് ഒന്നെന്ന് പറയല്ലേ. അപ്പോൾ അതാണ് പക്ഷാഘാതം. എന്തായാലും രക്തം എത്താത്ത അവസ്ഥയാണെന്ത്? ഈ പക്ഷാഘാതവും ഹൃദയാഘാതവും ഒക്കെ. പക്ഷാഘാതമാകുമ്പോൾ അതെന്താണത്? മസ്തിഷ്കത്തിലേക്കുള്ളതാണ്. ഹൃദയാഘാതം എന്താണ്? ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ ഏതെങ്കിലും ഒന്നില്ലേ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, ത്രോംബോസിസ് ഉണ്ടാകുമ്പോൾ അല്ലേ, അവിടെ രക്തക്കട്ട ഉണ്ടാകുമ്പോൾ അവിടേക്ക് എന്ത് സംഭവിക്കുന്നില്ല? ആ ഒഴുക്ക് നിലയ്ക്കുന്നു. അപ്പോൾ ആ ഹൃദയത്തിലേക്കുള്ള രക്തം കിട്ടാതെ വരുന്നു. അപ്പോൾ ഹൃദയത്തിന് ക്ഷതം സംഭവിക്കുന്നു, ഹൃദയാഘാതം ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം: പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണം, വിഘടനം, ഓക്സീകരണം, ബാഷ്പീകരണം അല്ലേ. ഉത്തരം എന്താണ്? വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷനാണ് ഉത്തരം. വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷനാണ് നമ്മുടെ ഉത്തരം. അതായത് പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങളാക്കി രൂപപ്പെടുന്ന പ്രക്രിയയാണെന്ത്? വിഘടനം അല്ലേ. നമ്മുടെ ഒരു ലൈഫ് പ്രോസസ്സ് അല്ലെങ്കിൽ ജീവപ്രക്രിയ എടുക്കുകയാണെങ്കിൽ ആദ്യം എന്താ പറയുക, ഉൽപ്പാദകരുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉപഭോക്താക്കളുണ്ട്, ഉപഭോക്താക്കൾ, പിന്നെ ആരടുത്ത് വരുന്നത്? വിഘാടകരാണ്. ഇത് മൂന്നെണ്ണം പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങളാണ്.
പ്രകൃതിയിൽ ഉണ്ട്, എങ്കിലേ പ്രകൃതി നിലനിന്ന് പോവുകയുള്ളൂ. ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആരാണിത്? ഹരിതസസ്യങ്ങളാണ് എപ്പോഴും ഉൽപ്പാദകരായി വരിക. അവരെ ആഹാരമാക്കുന്നവർ എല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ് അല്ലേ? ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ കുറേ അധികം പ്രാഥമികമുണ്ട്, ദ്വിതീയമുണ്ട്, തൃതീയവുമുണ്ട് അല്ലേ? അങ്ങനെ 3 തരത്തിലോട്ട് അങ്ങനെ വരുന്നുണ്ട്. കുറേ സെക്ഷൻസ് അവിടെ വരുന്നുണ്ട്. ഉൽപ്പാദകരെ ആഹാരമാക്കുന്നവരെല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ്. ഉപഭോക്താക്കൾ നമ്മൾ കഴിക്കുന്നവർ അവരാണത്. ഭോഗിച്ച് കഴിയുന്നവർ അല്ലേ? ഭോഗിക്കുക എന്ന് പറയും. അപ്പോൾ അത് കഴിയുമ്പോൾ അല്ലേ, മരിച്ചു വീഴുന്നു, ചത്തു വീഴുന്നു പറയും. അത് കഴിയുമ്പോൾ ആ മരിച്ച ഉപഭോക്താക്കൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആയുസ് കഴിയുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ അവരെ വിഘടിപ്പിക്കുന്നു. വിഘടിപ്പിക്കുന്നതാണെന്ത്? വിഘാടകർ എന്ന് പറയുന്ന വിഭാഗം. വിഘാടകർ എന്ന് പറയുന്ന വിഭാഗം. ആ വിഘാടകർ എപ്പോഴും ആരാണ്? നമ്മുടെ ബാക്ടീരിയയും ഫംഗസുമൊക്കെയാണ് വിഘാടകർ. ബാക്ടീരിയ ഫംഗസുകൾ ഇവ രണ്ടുമാണ് ശരിക്കും എന്ത്? വിഘാടകരായിട്ട് വരിക. ബാക്ടീരിയകളും ഫംഗസുമൊക്കെയാണെന്ത്? വിഘാടകർ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ്, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അല്ലേ, അവരാണ് ആര്? ഈ ബാക്ടീരിയയും ഫംഗസും. അവർ ഇപ്പോൾ ഒരു കാക്കയായാലും എലിയായാലും പശുവായാലും മനുഷ്യനായാലും ഒരു ചെടിയാണെങ്കിലും എന്താണ്? അവരെ വിഘടിപ്പിക്കുന്ന ആരാണ്? ഈ ബാക്ടീരിയയും ഫംഗസുകളുമൊക്കെയാണ്. ഒരു മരം വീണാലും അത് തന്നെയാണ് സംഭവിക്കുക. എന്നിട്ട് ഇപ്പോൾ എന്തായാലും മണ്ണിലേക്ക് വീണാൽ അല്ലേ, അത് മണ്ണിലേക്ക് ലയിച്ച് ചേരുന്നു. എന്തായിട്ട് ചേരുന്നു? ഈ സൂക്ഷ്മ ഘടകങ്ങളാക്കി അല്ലേ, സൂക്ഷ്മ ഘടകങ്ങൾ പോഷകങ്ങളെ വിഘടിപ്പിച്ച് പോഷകങ്ങൾ ആക്കുന്നു അല്ലേ. അതായത് അവിടെ നമ്മുടെ എലമെൻറ്റ്സ് എല്ലാം, നമ്മുടെ കാർബണും ഓക്സിജനും നൈട്രജനും ഫോസ്ഫറസും സോഡിയവും പൊട്ടാസ്യം ഒക്കെ മണ്ണിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്നു. അപ്പോൾ ഇവരെയൊക്കെ വിഘടിപ്പിച്ച് അല്ലേ, അപ്പോൾ ബാക്ടീരിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബോഡി ശരീരം വിഘടിക്കുകയുള്ളൂ, അഴുകുകയുള്ളൂ അല്ലേ, എങ്കിലും മണ്ണിലേക്ക് ലയിച്ച് ചേരുകയുള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ വിഘടിപ്പിച്ചതിന് ശേഷം അല്ലേ, വിഘടിപ്പിക്കാൻ ആര് വേണം? വിഘാടകർ ആവശ്യമുണ്ട്. ഡിക്കമ്പോസ് ചെയ്യുന്നു എന്ന് പറയും അല്ലേ. വിഘാടകരാണത് ചെയ്തു വെക്കുക, വിഘാടകരാണ് അത് ചെയ്യുക. അപ്പോൾ വിഘാടകരാണ് ബാക്ടീരിയയും ഫംഗസുമൊക്കെ വിഘാടകരാണ്. അവരാണ് നമ്മുടെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് അജൈവ വസ്തുക്കൾ പോഷകങ്ങളാക്കി മാറ്റുന്നത് വിഘാടകരാണ് എപ്പോഴും. അതായത് ആഹാര ശൃംഖലയിൽ വരുമ്പോഴത്തേക്കിന് ഉൽപ്പാദകരാദ്യം, ഉപഭോക്താക്കൾ രണ്ടാമത്, വിഘാടകർ മൂന്നാമതാണ്. അപ്പോഴാണ് ആഹാര ശൃംഖല, അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ ആഹാര ശൃംഖല പോകുന്ന പോക്ക് ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതായത് ഇതിനകത്ത് അതെന്തായിരിക്കും ശരിക്കും പറയുക? വിഘാടകർ കാണിക്കുന്ന ഈ പരിപാടിക്ക് എന്താണ് പറയുന്നത്? അതായത് ഈ മൃതവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള അല്ലേ, മൃതവസ്തുക്കൾ മരിച്ചു പോയത് അത് തുടങ്ങി വിഘാടകരിലൂടെ ഇങ്ങനെ ഈ അകാർബണികം, അതായത് ജൈവവസ്തുക്കളില്ല അജൈവം അകാർബണിക വസ്തുക്കൾ ഇങ്ങനെ പോകുന്ന ഒരു ഭക്ഷ്യശൃംഖലയ്ക്ക് പറയുന്ന പേരെന്താണ്? എപ്പോഴും ചോദിക്കുന്ന. അതായത് മൃതവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഈ അകാർബണിക വസ്തുക്കൾ ഇവിടെ പോകുന്നു, വിഘാടകരിലൂടെ ലയിച്ചിങ്ങനെ ഇവിടോട്ട് പോകുന്നു, മണ്ണിലേക്ക് അരിഞ്ഞു വരുന്നു. ആ ഒരു ശൃംഖലയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയോ? എന്താണ് പറയുക? ഡെട്രൈറ്റിസ്. അതും കൂടി പഠിക്കുക. ഡെട്രൈറ്റിസ് എന്ന് പറയും. ഡെട്രൈറ്റിസ് ട്രായാണ് ഡെട്രൈറ്റിസ്. വിഘാടകർ കാണിക്കുന്ന ആ പരിപാടി ശരിക്കും ആ ശൃംഖല ഏതാണ്? ഡെട്രൈറ്റിസ് ശൃംഖലയാണ്. വിഘാടകർ ഈ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് അകാർബണിക വസ്തുക്കൾ എന്ന് വെച്ചാൽ ജൈവവസ്തുക്കളാക്കി മാറ്റുന്ന ആ ഒരു ശൃംഖല അല്ലേ, ഒരു പ്രക്രിയ, അത് തുടർന്നുകൊണ്ട് വന്ന ശൃംഖലയ്ക്ക് പറഞ്ഞ ഭക്ഷ്യശൃംഖല ഏതാണ്? ഡെട്രൈറ്റിസ് ഭക്ഷ്യശൃംഖലയാണ്. അതുകൊണ്ടാണ് എല്ലാം പൂർത്തിയാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വിഘടനം, ഡിക്കമ്പോസിഷൻ എന്ന് പറയുന്ന പ്രക്രിയ അതാണ്. വിഘടനം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം അപ്പോൾ എന്താണ്? നമുക്ക് സാധാരണ അറിയില്ലേ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ അല്ലേ, ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശം, സൺലൈറ്റ് വേണം, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ അല്ലേ ഇലയിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണെന്ത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ, പച്ചനിറമുള്ള സസ്യങ്ങൾ അല്ലേ, ഇതിലേക്ക് പച്ചനിറം കൊടുക്കുന്ന വർണ്ണവസ്തുവിൻ്റെ പേരെന്താണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. അങ്ങനെയും ചോദിക്കാം. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ് അല്ലേ. ഹരിതസസ്യങ്ങളിൽ പച്ചനിറം കൊടുക്കുന്ന, ഇതിലേക്ക് പച്ചനിറം കൊടുക്കുന്ന ആ വർണ്ണവസ്തുവിൻ്റെ പേരാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്.
അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ, പച്ചനിറമുള്ള സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ട് ആഹാരം പാചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണെന്ത്? പ്രകാശ സംശ്ലേഷണം. ഇലകൾക്ക് മാത്രമേ, പച്ചനിറമുള്ള ഇലകൾക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. കാരണം ഹരിതകമുണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ഒരു പുറത്തുവിടുന്ന വാതകം ഏതാണ്? അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചവർ ആഹാരം നിർമ്മിക്കുന്നു, ഊർജ്ജം ഉണ്ടാക്കുന്നു. എന്നാൽ തിരിച്ചത് കഴിയുമ്പോൾ എന്താ പുറത്തേക്ക് വിടുക? ഓക്സിജനാണ് അവർ പുറത്തേക്ക് വിടുക, അല്ലേ? അപ്പോൾ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഒരു ചോദ്യം കൂടി, സസ്യങ്ങൾ എന്താണ് ശ്വസിക്കുന്നത്? ഇതിവരുടെ ആഹാര നിർമ്മാണ രീതിയാണ്, അല്ലേ? ശ്വസിക്കുന്ന എന്താണ് അവർ? ഓക്സിജനാണ് ശ്വസിക്കുന്നത്. ഓക്സിജനാണ് അവർ ശ്വസിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കറായി പ്രവർത്തിക്കുന്നത്? മനുഷ്യശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കറായി പ്രവർത്തിക്കുന്നത്? പേസ് മേക്കറായി പ്രവർത്തിക്കുന്നത് ആൻസർ അറിയാം, അല്ലേ? എന്താണ് ആൻസർ? സൈനോ ഏട്രിയൽ നോഡ്. സിനോ ഏട്രിയൽ, അല്ലേ? സിനോ ഏട്രിയൽ നോഡ് എന്ന് പറയും. സിനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. സിനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. സിനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതായത് ഹൃദയത്തിൻ്റെ നമ്മുടെ തുടിപ്പ്, അല്ലേ? ഹൃദയത്തിൻ്റെ തുടിപ്പ് തുടങ്ങുന്നത്, തുടിപ്പ്, അല്ലേ? ഇടിപ്പ് എന്നൊക്കെ പറയല്ലേ? തുടിപ്പ്, ഇടിപ്പ് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ തുടിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ താളം തുടങ്ങുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ SAN സിനോ ഏട്രിയൽ നോഡിൽ നിന്നാണ്. SAN സിനോ ഏട്രിയൽ നോഡ്, അല്ലേ? എന്ന് പറയുമ്പോൾ ഇത് എവിടെ ഇരിക്കും? ഇവർ സിനോ ഏട്രിയൽ നോഡ് എവിടെ ഇരിക്കും? അല്ലേ? ഹൃദയത്തിൻ്റെ രണ്ട് ഭാഗം, അല്ലേ? ഏറ്റവും മുകളിലത്തെ ഭാഗം ഓറിക്കിൾസാണ്, താഴ്ഭാഗം വെൻട്രിക്കിൾസുമാണ്, അല്ലേ? റൈറ്റ് ഓറിക്കിളും ലെഫ്റ്റ് ഓറിക്കിളും ഒക്കെ ഉണ്ട്. റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും ഒക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഇവിടെ ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആക്കി എടുക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് കാണുന്ന, അല്ലേ? ഈ ഭാഗത്തായിട്ട് കാണുന്ന ആ കോർണറിൽ, അതായത് ഓറിക്കിൾസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഓറിക്കിൾസ്, എൻ്റെ മുകൾ ഭാഗത്തെ കാണപ്പെടുന്ന ഇതാണെന്ത്? സിനോ ഏട്രിയൽ നോഡ്. റൈറ്റ് ഓറിക്കിളിൻ്റെ, ഓക്കെ, വലതുവശത്തുള്ള ഓറിക്കിൾ ഇംഗ്ലീഷ് പേര് ഓറിക്കിളിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണപ്പെടുന്ന വലതുവശത്തുള്ള ഓറിക്കിളിൻ്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന നോഡ്, ആ ഒരു സാധനം, അല്ലേ? ഒരു ചെറിയൊരു സാധനം, അതാണെന്ത്? സിനോ ഏട്രിയൽ നോഡ്. അവിടെയാണ് എന്ത് തുടങ്ങുക? നമ്മുടെ ഹൃദയത്തിന് തുടിപ്പ് തുടങ്ങുക. അതുകൊണ്ടാണ് ഇതിനെ എന്താണ്? പേസ് മേക്കർ എന്ന് വിളിക്കുക. അപ്പോൾ സിനോ ഏട്രിയൽ നോഡാണ് അത്, അല്ലേ? സിനോ ഏട്രിയൽ നോഡ്. ഓറിക്കിൾ എന്ന് ഓർക്കാമല്ലോ, റൈറ്റ് ഏട്രിയം ആണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് റൈറ്റ് ഏട്രിയം ആണെന്ന് ഓർത്തിരിക്കുക, അല്ലേ? ഒരു റിതമിക് കോൺട്രാക്ഷൻ, ഒരു താളമാണ് നമുക്കവിടെ അനുഭവപ്പെടുക. 72 ആയിരിക്കും എപ്പോഴും ഉണ്ട് എന്നറിയാമല്ലോ. എന്നാൽ ഇവിടെ ഈ റൈറ്റ് ഓറിക്കിളിൻ്റെ ഇത് കഴിഞ്ഞു, അല്ലേ? സിനോ ഏട്രിയൽ നോഡ് കഴിഞ്ഞു. ഇവിടെ സിനോ ഏട്രിയൽ നോഡ് കഴിഞ്ഞു. എന്നാൽ ഈ റൈറ്റ് ഓട്ടർ ലെഫ്റ്റ് കോർണറിൽ, റൈറ്റ് ഓട്ടത്തിൻ്റെ റൈറ്റ് സംഭവമാണ് ഏത്? സിനോ ഏട്രിയൽ നോഡ്. ലെഫ്റ്റ് കോർണർ ഒരു സാധനമുണ്ട്, ഇവിടെ ആയിട്ടൊരു സാധനമുണ്ട്. എന്താണത്? ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. കേട്ടില്ലേ? ഏട്രിയോ, അതായത് ഈ ഭാഗത്ത്, ലെഫ്റ്റ് ഭാഗത്ത്, റൈറ്റ് ഓറിക്കിളിൻ്റെ വലതുവശത്തുള്ള ഓറിക്കിളിൻ്റെ ലെഫ്റ്റ് ഭാഗത്താണെന്ത്? ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഇത് വന്നിട്ട് ഇതിങ്ങനെ വ്യാപിക്കും കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വ്യാപിക്കും ഈ സാധനം. അതിന് പറയുന്ന പേര് പർക്കിൻജി ഫൈബേഴ്സ് എന്നാണ് പറയുക. ബണ്ടിൽ ഓഫ് ഹിസ്, ഇതിൻ്റെ കോൺട്രാക്ഷനും ഒക്കെ ഉണ്ട്. ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിൻജി ഫൈബേഴ്സ് എന്ന് പറയും. ഈ ഒരു ആകൃതി ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഈ ഒരു ആകൃതിയിൽ ഇതിങ്ങനെ അങ്ങ് വ്യാപിച്ച് കിടക്കും. ബണ്ടിൽ ഓഫ് ഹിസ് എന്നൊക്കെ വിളിക്കുക. പർക്കിൻജി ഫൈബേഴ്സ് എന്ന് വിളിക്കുക. അത്രയും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വയ്ക്കാം, അല്ലേ? അപ്പോൾ അത്രയും കഴിഞ്ഞു. സിനോ ഏട്രിയൽ നോഡാണെന്ന് മനസ്സിലായല്ലോ. റൈറ്റ് ഓറിക്കിളിൻ്റെ റൈറ്റ് ഭാഗത്താണ് ഈ സാധനമുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്, അല്ലേ? ഹാർട്ട് ബീറ്റ് തുടങ്ങുന്ന അവിടെ ഒന്നാണെന്ന് കേട്ടോ. 72 എന്നൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മസിൽ ഏതാണ്? ഹാർട്ട് മസിൽ എന്ന് വിളിക്കുന്ന പേരെന്താണ്? കാർഡിയാക് മസിൽ എന്ന് വിളിക്കുക. കാർഡിയാക്
മസിൽ എന്നാണ് വിളിക്കുക. അറിയാമല്ലോ എപ്പോഴും കാർഡിയാക് മസിൽ എന്നാണ് വിളിക്കുക. കാർഡിയാക് മസിൽ എന്നാണ് വിളിക്കുക. ഹൃദയത്തിൻ്റെത് കാർഡിയാക് മസിൽ എന്നാണ് നമ്മളതിനെ വിളിക്കുക. കാർഡിയാക് മസിൽ. സിനു ഏട്രിയൽ നോഡൊക്കെ കഴിഞ്ഞു. ഓക്കെ, എത്ര അറകളുണ്ടെന്നറിയാം മിനിമം ചോദിച്ചാൽ? എത്ര അറ? 4 അറകളല്ലേ ഉള്ളത്? 4 അറകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തലച്ചോറിനെയും സുഷിമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? അറിയാം, തലച്ചോറിനെയും സുഷിമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏത് സ്ഥലമാണ്? നമ്മുടെ ആൻസർ മെനിഞ്ചസ് ആണ്. തലച്ചോറിനെയും സുഷിമ്നെയും അല്ലേ കാണുന്ന സ്ഥലം ഏതാണ്? ഏതാണത്? മെനിഞ്ചസ് ആണ്. തലച്ചോറും മസ്തിഷ്കത്തിനെയും തുടർന്ന് വരുന്ന ഭാഗമാണ് സുഷിമ്ന. അതിനെയും കൂടി ആവരണം ചെയ്താണ് മെനിഞ്ചസ് ആണ് കാണപ്പെടുക. മെനിഞ്ചസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഡബിൾ ലെയറാണ്, ഇരട്ട സ്ഥലമാണ് മെനിഞ്ചസ്. ഇതിൻ്റെ ഇടയ്ക്ക് ആരുണ്ട് ഇവിടെ? തലച്ചോറിൻ്റെ കാണാൻ കാണുന്നുണ്ട്. സെറിബ്രോ സ്പൈനൽ ദ്രാവകം ഫ്ലൂയിഡ് ഉണ്ട്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ് കാണപ്പെടുക. ഇത് മെനിഞ്ചസിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലേ. അപ്പോൾ അതിനിടയ്ക്കുള്ള ഫ്ലൂയിഡ് മെനിഞ്ചസ് ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ് വരുന്ന അസുഖമുണ്ടാക്കുക ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. തലച്ചോറിൻ്റെ ഏറ്റവും പുറമെ എന്താണ്? കപാലം എന്നൊരു അറിയാനുള്ളത് അല്ലേ. കപാലം, കട്ടുകൂടിയ സാധനമാണ് കപാലം, തലയോട്ടി കപാലം. അതിൻ്റെ അകത്ത് കാണുന്നതാണ് ആര്? ഈ മെനിഞ്ചസ്. അത് ഇരട്ട സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇരട്ട സ്ഥലമാണ്, ഇടയ്ക്കൊരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ആര് കയറിയിരിക്കും? ഈ ഫ്ലൂയിഡ് ദ്രാവകം കയറിയിരിക്കും. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ് ഉള്ളത്. അത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ക്ഷതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യാം. പോഷണം നമ്മുടെ തലയ്ക്ക് മസ്തിഷ്കത്തിന്, തലയ്ക്ക് മീൻസ് മസ്തിഷ്കത്തിന് പോഷണം എന്തുവാ കഴിക്കാൻ കൊടുക്കുന്നതാണോ? അല്ല, രക്തക്കുഴലൊക്കെ അതുവഴി പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ചിട്ട് അത് അവിടെയും കൂടെ ചെല്ലും ഇല്ലേ. അപ്പോൾ അതിന് പോഷണം കിട്ടുന്നത് ഇതുവഴിയാണ് ലഭിക്കുക. അതുവഴി രക്തമാണ് കൊണ്ട് കൊടുക്കുക. അപ്പം രക്തമാണ് എല്ലാം കൊടുക്കുക എന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ രക്തമാണ് മെയിൻ, അതാണ് കൊടുക്കുക അല്ല. അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പിടിക്കുക? അസുഖങ്ങൾ പിടിക്കുക. അത് വേറെ വൈദ്യശാസ്ത്രമാണ് കേട്ടോ, ഇത് വേറെ. മെനിഞ്ചസ് അപ്പം എന്താണ്? നമ്മുടെ തലച്ചോറിനെയും സുഷിമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. ഇരട്ട സ്ഥലമാണെന്നോട് പറയാം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടെന്നും പറയാം. പോഷണം കൊടുക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ ആരാണ്? ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും ഈ മെനിഞ്ചസ് ആണ്. ഒരു അസുഖം വരുന്നത് എന്താണ്? മെനിഞ്ചൈറ്റിസ്. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനകത്തേക്ക് അണുബാധ ഉണ്ടാകുവാണെങ്കിൽ അത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ചോദ്യം എന്താ കിടക്കുന്ന? മൈലിൻ ഷീത്ത്. ഇവിടെ കാണുന്ന മൈലിൻ ഷീത്ത്? അതായത് നമ്മുടെ ന്യൂറോൺസ് ഇല്ലേ, നാഡീകോശം. നമ്മുടെ ശരീരം മുഴുവൻ നാഡികളല്ലേ, ന്യൂറോൺസ് ഞരമ്പുകൾ നാഡികളല്ലേ. അപ്പോൾ ഈ ന്യൂറോൺസ് ഇല്ലേ, നമ്മൾ കയ്യിലൊന്ന് പിച്ചുമ്പോൾ അത് വേഗം നമ്മൾ അറിയുന്നു. അതെങ്ങനെ അറിയുന്നത്? നമ്മുടെ കൈ പിച്ച തലയിൽ ആദ്യം പോകുന്നത്, അവിടെ തിരിച്ച് കൈ വന്നെങ്കിൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇതൊക്കെ വേഗം നടക്കുന്നതല്ലേ. അപ്പോൾ അത്രയ്ക്ക് വേഗം വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് ആര് വേണം? ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ വേഗം ഓടിപ്പൊക്കൂ എന്ന് പറയാൻ എക്സ്ട്രാ ഫിറ്റിംഗ്. ന്യൂറോൺസ് ഇങ്ങനെയാണല്ലേ. ന്യൂറോൺ ഒരു കോശം ഇങ്ങനെയാണെങ്കിൽ അടുത്ത ന്യൂറോൺ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ വാലിവിടെ വന്ന് കിടക്കും. അപ്പോൾ അടുത്ത ഭാഗത്ത് ഇങ്ങനെ കിടക്കും. ഇതൊരു നാഡീകോശത്തിൻ്റെ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ വന്ന് കിടക്കും. ഇതിങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂഷൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, സിനാപ്സ് എന്ന് പറയും. അപ്പോൾ ഉണ്ട്, ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇത് സാധാ ന്യൂറോണിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം പെട്ടെന്ന് പൊക്കുമെന്ന് പറയും. അപ്പോൾ ഇത് ആവേഗങ്ങൾ, അതായത് നമ്മൾ പിച്ച് എന്നൊക്കെ പറയത്തില്ല, നുള്ളുക, ആ സാധനം പെട്ടെന്ന് പോകണ്ടേ. അപ്പോൾ ഇതാണ് ആവേഗങ്ങൾ. വേഗം പോവാൻ സഹായിക്കുന്ന ആ ഒരു സ്ഥലം, ആവരണമാണെന്ത്? ഈ മൈലിൻ ഷീത്ത് എന്ന് പറയും. അത് ഗ്രേ മാറ്റർ എന്ന് പറയും, വൈറ്റ് മാറ്റർ എന്ന് പറയത്തില്ല. അപ്പോൾ അതാണത് മൈലിൻ ഷീത്ത് എന്ന് പറയും അല്ലേ. അതായത് ഈ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം, അതിൻ്റെ പുറത്ത് കാണുന്ന അല്ലേ സ്ഥലമാണ്, ആവരണമാണ് മൈലിൻ ഷീത്ത്. ന്യൂറോണുകളുടെ ആവേഗങ്ങളുടെ അല്ലേ വേഗത വർദ്ധിപ്പിക്കുകയാണ് ഇവരുടെ ധർമ്മം. ന്യൂറോണുകളുടെ വേഗത വർദ്ധിപ്പിക്കുക, എൻ്റെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നാണ് ധർമ്മം. ഓക്കെ. അപ്പോൾ നാഡീകോശം വളരെ വൃത്തിയായിട്ട് ഞാൻ വരച്ചില്ല, അങ്ങനെയല്ല വരയ്ക്കണം, വരച്ച് കാണി കേട്ടോ. നാഡീകോശങ്ങൾ എന്താ ഇതിങ്ങനെ പോകുന്നു. ഇത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഇത് കൊശരീരം എന്ന് പറയും. ഇത് ഡെൻഡ്രൈറ്റ്സ്. ഇത് ഡെൻഡ്രൈറ്റ്സ്. ഇത് ശാഖകളായിട്ട് പിരിയുന്നു. ഇത് കൊശരീരമാണ്, സെല്ലുണ്ട്. ഇത്
വിസിൽ ബോഡീസ് ഉണ്ട് ഇവിടെ. കോശരീരമാണ്, കോശരീരത്തിൽ കിടക്കും. ഇത് വേറൊരു ആക്സോൺ. ഇതിന് വേഗത്തിൽ നീളത്തിൽ പോകുന്നവയിൽ എന്താണ്? ആക്സോൺ ആണ്. ഇത് ഡെൻഡ്രോൺ ആണ്. ഈ ഭാഗം ചെറിയ ഭാഗങ്ങൾ ഡെൻഡ്രോൺ ആണ്. ഇതെല്ലാം അത് ശാഖകളെ പിരിയുന്നതാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ഇത് ഇവിടുന്നെല്ലാം ആവയങ്ങൾ സ്വീകരിച്ചോളും കേട്ടോ. ഇത് മെയിനായിട്ട് പോകുന്നതാണ് ആക്സോൺ വഴി പോകുന്നത്. അതിൻ്റെ പുറത്ത് എന്ത് കാണുക? മൈലിൻ ഷീത്ത് കാണുന്നില്ലേ? ഇത് ആക്സോണൈറ്റുകളായിട്ട് പിരിയുന്നുണ്ട്. ഇവിടെ അടുത്തത് വന്ന് വേഗം എന്താ പറയുക, അടുത്തൊരു ന്യൂറോൺ വന്ന് കണക്ഷൻ വെച്ചിട്ട് പോവാം. ഇവിടേക്ക് ഒരു സ്ഥലം കാണാൻ പറയുന്ന പേരെന്തായിരുന്നു? എന്താ പറയുക? സിനാപ്സ് എന്ന് പറയും അല്ലേ? സിനാപ്സ്. അവിടെ ഒരു സാധനമുണ്ട്, എന്താ പറയുക? ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനം, നമുക്ക് ഇടയ്ക്കൊരു സാധനമുണ്ട്. വേറെ ന്യൂറോൺസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സ്പേസ്, ഈ സ്ഥലം, രണ്ട് ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണെന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. അവിടെ ആരുണ്ട്? ആ ഗ്യാപ്പിൽ ആര് കയറി വരും? ഗ്യാപ്പല്ലേ, അവിടെ ആരെങ്കിലും വേണ്ട. ആര് കയറും? അസറ്റൈൽ കോളിൻ അല്ലേ? നാടീയ പ്രേഷകങ്ങളാണ്. അസറ്റൈൽ കോളിൻ, അസറ്റൈൽ കോളിൻ, അസറ്റൈൽ കോളിൻ. കേട്ടില്ല? കോശരീരമാണ് ഇത്. ആക്സോൺ ഇതാണ്. നാഡീകോശത്തിൽ, ഈ കോശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും വലിയ ഭാഗമാണെന്ത്? ആക്സോൺ എന്ന് പറയാം. അതിൻ്റെ പുറത്താര് കാണുക? ഈ മൈലിൻ ഷീത്ത് കാണപ്പെടുക, വേഗത വർദ്ധിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പെരിക്കാർഡിയം നിങ്ങൾക്കറിയും അല്ലേ? ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണിത് പെരിക്കാർഡിയം. അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം എന്താണ്? അത് ഇരട്ട സ്ഥലമാണ്. ഹൃദയത്തിനെ പൊതിഞ്ഞ് അല്ലേ? ഹൃദയം, എൻ്റെ ഹൃദയം ഇങ്ങനെ ആയിപ്പോൾ അല്ലേ? ഹൃദയം അല്ലേ? അതിൻ്റെ സ്ഥലമാണിത്. ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. എല്ലാം ഇരട്ട സ്ഥലമാണ് ഓർക്കട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാറുണ്ട്? ഇവിടെ സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ടല്ലേ? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതും ഹൃദയത്തിന് പോഷണം കൊടുക്കുകയും, പോഷണം മീൻസ് ആഹാരം, രക്തം വഴി നമ്മൾ കഴിക്കുന്ന ആ പോഷണങ്ങളൊക്കെ അവനും വേണമല്ലോ, പോഷണം കൊടുക്കുകയും അതുപോലെ ബാഹ്യക്ഷതങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആരാണ്? ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ പെരിക്കാർഡിയം. പ്ലൂറ സ്ഥലം ആരാണ്? പ്ലൂറ നമ്മുടെ ശ്വാസകോശമില്ലേ? ശ്വാസകോശം അല്ലേ? ശ്വാസകോശം എന്ന് പറയുന്നതിൽ സംഭവം അല്ലേ? ശ്വാസകോശം. അപ്പോൾ ശ്വാസകോശത്തെ കാണപ്പെടുന്ന ആവരണമാണെന്ത്? പ്ലൂറാ സ്ഥലം. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണെന്ത്? പ്ലൂറാ സ്ഥലം. അതും രണ്ടെണ്ണമുള്ളതാണ്, ഇരട്ട സ്ഥലമാണ്. പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. പ്ലൂറൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ദ്രാവകം, പ്ലൂറൽ ദ്രാവകം, പ്ലൂറൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ദ്രാവകം എന്ന് പറയും. ഓക്കെ, ശ്വാസകോശത്തിൻ്റെയാണ് പ്ലൂറൽ. ഓർത്തിരുന്നാൽ മതി. ഇത് തലച്ചോറും സുഷുമ്നയാണ്. മൈലിൻ ഷീത്ത് നാഡീകോശമല്ല, ന്യൂറോൺ ആണ്. പെരിക്കാർഡിയം, കാർഡിയം ഹൃദയമാണ്. പ്ലൂറാസ്ഥലം ശ്വാസകോശം. ഇച്ചിരി ഓർക്കണം അല്ലേ? പ്ലൂറാസ്ഥലം ശ്വാസകോശത്ത്. ഇത് പ്ലൂറ, ഇങ്ങനെ ഓർത്താൽ മതി. ശ്വാസകോശം സ്പോഞ്ച് പോലെ, പ്ലൂറ പോലെ. ഓക്കെ, അപ്പോൾ പ്ലൂറൽ ദ്രാവകം ഇടയ്ക്കുണ്ട്. അത് ഇതുപോലെ പോഷണത്തിനും എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന്, ചതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതാണ് പ്ലൂറാസ്ഥലം. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഹോർമോണാണ്? ഏത് ഹോർമോണാണ്? ഉത്തരം അറിയാം. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അല്ലേ? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG എന്നാണ് എൻ്റെ ഷോർട്ട് ഫോം. ഹ്യൂമൻ കോറിയോണിക്, CH ആണ്, ഇങ്ങനെ കോറിയോണിക്, CHO ആണ്. കോറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ് അതിൻ്റെ പേര്. ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇവിടെ കൊടുത്തേക്കുന്നതിന് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും കൂടിയൊക്കെ ഉണ്ട്. 3 പേര് നമുക്ക് പറയാൻ പറ്റും. ഒന്നിനി HPL ഉണ്ട്, നമ്മൾ കൊടുത്തേക്ക് തൈറോക്സിനുണ്ട്, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനുണ്ട്, ഈസ്ട്രജനുണ്ട്, പ്രസ്റ്റോൺ ഉണ്ട് ഇല്ലേ? ഇതിൽ ഒരെണ്ണമാണ് ഏത്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ നമ്മുടെ ആൻസർ ഇതിനകത്തുനിന്ന്. എന്നാൽ 3 ഹോർമോണുകളാണ് ഇപ്പോൾ കാണുക. ഗർഭകാലത്ത് മാത്രം കാണുന്നത് 3 ഹോർമോൺ. അതിലൊന്നാണ് ആര്? HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മറ്റൊന്ന് ആരുകൂടിയുണ്ട്, HPL ഉണ്ട്. HCG, HPL. മറ്റൊന്ന് റിലാക്സിൻ ഉണ്ട്, ഇവിടെയുണ്ട്. HCG, HPL, റിലാക്സിൻ. ഒൺലി ഇൻ പ്രഗ്നൻസി, ഗർഭകാലത്ത് മാത്രം കാണുന്ന 3 പേരാണ് അവർ. HCGയും HPL എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. ലാക്ടോജനും ഓർക്കാമല്ലോ അല്ലേ? മിൽക്ക് ലാക്ടോജൻ, പ്ലാസെൻ്റൽ ലാക്ടോജൻ, ഹ്യൂമൻ
പ്ലാസെൻ്റൽ ലാക്ടോജൻ. ഗർഭകാലത്ത് പ്ലാസെൻ്റ ഉണ്ടാകുമെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഗർഭകാലത്ത് പ്ലാസെൻ്റ ഉണ്ടാകുന്നു അല്ലേ. ലാക്ടോജൻ എന്ന് പറയുമ്പോൾ പാല് അല്ലേ. കുട്ടിയായി കഴിഞ്ഞാൽ പാല് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പറേഷനാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കാൻ പറ്റില്ല, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. ലാക്ടോജൻ നമ്മുടെ ലാക്ടോജൻ ടിന്നൊക്കെ ഇല്ലേ, ഓർത്താൽ മതി അല്ലേ. പാലെന്ന് ഓർക്കാൻ പറ്റും അന്നേരം. ഹ്യൂമൻ പ്ലാസെൻ്റൽ ഇപ്പോൾ കൊടുക്കുന്ന ലാക്ടോജനല്ലേ കൊടുക്കുക അല്ലേ. പാലൊക്കെ ഇല്ലെങ്കിൽ കൊടുക്കും, നമ്മൾ കൊടുക്കും. അപ്പോൾ ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ ഓക്കെ അല്ലേ. അപ്പോൾ ഒന്ന് ഇതാണ് HCG ആണ്, 2 ഇതാണ്, പിന്നെ മൂന്നാമത്തത് റിലാക്സിൻ അല്ലേ. റിലാക്സിൻ എന്ന് പറയുമ്പോൾ അത് പ്രഗ്നൻസി കഴിയാറാകുമ്പോഴത്തേക്കാണ് ഇത് റിലാക്സിൻ വരിക. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഓവറി അല്ലേ, അണ്ടമൊക്കെ ഓവറി ആ ഭാഗത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്, ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്, റിലാക്സിൻ എന്ന് പറയുന്നത്. ഓവറി ഭാഗത്ത് നമ്മുടെ അണ്ടം എന്ന് പറയില്ലേ, ആ ഭാഗത്തു നിന്നുള്ള യൂട്രസും അണ്ടമൊക്കെ പരിചിതമല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഓവറി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്, റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് പ്രഗ്നൻസിയുടെ അവസാന ഭാഗത്താണിത് ഉൽപ്പാദിപ്പിക്കുക കേട്ടോ. പ്രഗ്നൻസിയുടെ അവസാന ഭാഗത്തു നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത്, ഈ റിലാക്സിൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, 3 ഹോർമോൺ. നമ്മുടെ ഉത്തരം എന്താണ്, ഹ്യൂമൻ കോറിയോണിക് gonadotropin. അതുകൂടാതെ തന്നെ സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ഇത് 3 പേര്. വേറെ ഏതൊക്കെ കൂടിയുണ്ട്, HPL ഉണ്ട്, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജനും റിലാക്സിനും ഉണ്ട്. ഓക്കെ, റിലാക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമാണ്, അത് യൂട്രസിൻ്റെ റിലാക്സ് ചെയ്ത് പോവാം, മസിൽസൊക്കെ റിലാക്സ് ചെയ്ത് പോവാം എന്നൊക്കെ ഓർത്തിരിക്കാം. അപ്പോൾ ഓവറി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ റിലാക്സിൻ കേട്ടോ. ഡീറ്റെയിൽഡായി പഠിക്കുന്നവരൊക്കെ ഓവറി ഉൽപ്പാദിപ്പിക്കുന്നതാണ് റിലാക്സിൻ. ഓക്കെ, ഓവറിൽ നിന്നാണ് ഈ റിലാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇനി മറ്റൊന്ന് പ്ലാസെൻ്റ. നമ്മുടെ പ്ലാസെൻ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഒരു ഗർഭകാലം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്ലാസെൻ്റ ആയിരിക്കും അല്ലേ. കുട്ടിക്ക് വേണ്ട പോഷണങ്ങൾ, രക്തത്തിലൂടെ പോഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലേ, നമ്മൾ കഴിക്കുന്ന ആഹാരം അങ്ങോട്ട് ചെല്ലുന്ന ആ ഭാഗമാണ് പ്ലാസെൻ്റ എന്ന് പറയുക. പ്ലാസെൻ്റ കുറച്ച് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്ലാസെൻ്റ കുറച്ച് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അതങ്ങ് മാറ്റി വെച്ചു. നെക്സ്റ്റ്, പ്ലാസെൻ്റ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. പ്ലാസെൻ്റ ഞാൻ മലയാളത്തിൽ പഴമ്പ് എഴുതിക്കും കേട്ടോ. പ്ലാസെൻ്റ CNT ആണ് പ്ലാസെൻ്റ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ചോദിച്ചാൽ എഴുതേണ്ടത് ഒന്ന് HCG തന്നെ. ഓക്കെ, പിന്നെ ഏതാണ്, HPL ഉണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്, ഈസ്ട്രജൻ ഉണ്ട്. ഇങ്ങോട്ട് മാറ്റി എഴുതിക്കോട്ടെ. ഈസ്ട്രജൻ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ഈസ്ട്രജൻ ഉണ്ട്. അതുപോലെ പ്രൊജസ്ട്രോൺ, പ്രൊജസ്ട്രോൺ. പറയട്ടെ ഒന്നുകൂടി. പ്ലാസെൻ്റ, അതായത് നമ്മുടെ പ്ലാസെൻ്റയിൽ നിന്നും, പ്ലാസെൻ്റ ഉണ്ടാകുന്ന എപ്പോഴാണ്, കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ, ഭ്രൂണമുണ്ടെങ്കിൽ, എംബ്രിയോ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാസെൻ്റ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്, പ്ലാസെൻ്റ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ പ്ലാസെൻ്റയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ ഉണ്ടാകാം അല്ലേ. HCG, HPLും ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമുണ്ട്. ഓക്കെ അല്ലേ. എന്നാൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ നമുക്ക് എപ്പോഴും ഉണ്ടാകാം, നമ്മുടെ പീരിയഡ് ടൈമിലും, സ്ത്രീകളുടെ പീരിയഡ്സ് ടൈമിൽ, ആർത്തവ സമയത്ത് അല്ലേ, ആർത്തവ സമയത്തും അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തും, അത് ഓരോ മാസത്തിലും എല്ലാ മാസങ്ങളിലും അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ആ സമയത്തെല്ലാം എന്തുണ്ട്, ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഹോർമോണുകളുണ്ട് അവിടെ. എല്ലാ സ്ത്രീകളിലും ഉള്ളതാണ് അല്ലേ, എല്ലാ കുട്ടികളിലും, പെൺകുട്ടികളിലും, പ്രായപൂർത്തിയ പെൺകുട്ടികളിലെല്ലാം അതുണ്ട്. അപ്പോൾ അതും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടും എപ്പോഴും ഉണ്ട്. ആരൊക്കെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രായപൂർത്തിയ പെൺകുട്ടികളിൽ എപ്പോഴും ഉണ്ട്. അതേ പ്ലസ് HCGയും HPLും എവിടെയുണ്ട്, പ്ലാസെൻ്റ ഉണ്ടാക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, പ്ലാസെൻ്റൽ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുന്നുണ്ട്, HCG, HPL, ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ്. ഓക്കെ, പ്ലാസെൻ്റ ഉണ്ടെങ്കിൽ ഇവർ ഇത്രയും പേര് ഇവിടെ അതിൻ്റെ നോർമൽ ഏറ്റക്കുറച്ചിലും അങ്ങനെ വെച്ചിട്ട് അവരുണ്ടായിരിക്കും. അതൊക്കെ ആയല്ലോ. ഇനിയും അത് ഞാൻ കളയുന്നു. ഇനി നമ്മൾ വീണ്ടും ഞാൻ വരാം അല്ലേ. നമ്മുടെ ആൻസർ എന്താണ്, ഹ്യൂമൻ കോറിയോണിക് gonadotropin. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. തെറ്റായിരിക്കാനാണ് എഴുതി വെച്ചത്. ഓക്കെ, നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? ചെറുകുടലിൻ്റെ
സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണ നടപ്പിലാക്കുക? ഉത്തരം നമുക്കറിയാം, വില്ലൈ ആണെന്നറിയാം അല്ലേ. ചെറുകുടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്നു, അവിടെ വെച്ച് ചെറിയത് എന്താ സലൈവറി അമൈലേസ് എൻസൈം രാസാഗ്നി ഉണ്ട്, അവിടെ നമുക്ക് ചെറിയ മധുരം തോന്നുന്നു വെച്ചാൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദഹനം നടക്കും. അന്നജം എന്തായിട്ട് മാറുക? അന്നജത്തിന് ആ സമയത്ത് അന്നജം ആ സമയത്ത് എന്തായിട്ട് മാറുന്നു? അന്നജം മാൾട്ടോസായിട്ട് മാറും. നമ്മുടെ വായിൽ വെച്ചിട്ട് മാൾട്ടോസായിട്ട് മാറുന്നു. അതായത് നമ്മുടെ ഉമിനീരിലുള്ള സലൈവറി അമൈലേസ് അന്നജത്തിനെ മാൾട്ടോസാക്കി മാറ്റുന്നു. ഓക്കെ, മാൾട്ടോസാക്കി മാറ്റുന്നു. ഇനി അത് താഴേക്ക് വരുമ്പോൾ എന്താണത്? നമ്മുടെ കുടലിൻ്റെ അല്ലേ അന്നപഥത്തിലൂടെ പെരിസ്റ്റാൾസിൻ്റെ മൂവ്മെൻറ്റിലൂടെ അല്ലേ ചലനമുണ്ട്, പെരിസ്റ്റാൾസിസ്. ആ ചലനവും കഴിഞ്ഞ് താഴെ എങ്ങോട്ട് വരുന്നു? ആമാശയത്തിലേക്ക് വരുന്നു അല്ലേ. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അവിടെ ചെന്ന് കിടക്കുന്നുണ്ട്. പ്രധാന പോയിൻ്റ് എന്താണ്? അവിടെ മാംസത്തിൻ്റെ ദഹനമാണ് ശരിക്കും ആമാശയത്തിൽ, പ്രോട്ടീനുകളുടെ ദഹനമാണ് ആമാശയത്തിൽ നടക്കുക. പ്രോട്ടീൻ ദഹനമാണ് ആമാശയത്തിൽ നടക്കുക അല്ലേ. പ്രോട്ടീൻ ദഹനമാണ് ആമാശയത്തിൽ നടക്കുന്നത്. അത് കഴിയുമ്പോൾ അല്ലേ പിന്നെയാണ് ആര് വരിക? ചെറുകുടൽ വരുന്നത്. അവിടെ വെച്ച് ആഹാരം ബാക്കിയെല്ലാം എന്താണ്? എല്ലാ ദഹനവും ബാക്കി അവിടെ പൂർണ്ണമാവുകയാണ് ചെയ്യുക. ബാക്കി ദഹനങ്ങൾ അവിടെ പൂർണ്ണമാവുകയാണ് ചെയ്യുക. എവിടെ? ചെറുകുടലിൽ വെച്ച് പൂർണ്ണമാവുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണം. അതുകൊണ്ട് ചെറുകുടലിൽ എന്തുണ്ട്? നമ്മൾ കഴിച്ച ആഹാരമെല്ലാം കുറേയധികം കഴിക്കില്ലേ, അതെല്ലാം എന്ത് ചെയ്യണം? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ആഗിരണം ചെയ്യണ ആര് വേണം? അപ്പോൾ കുറേ ഉണ്ട്, ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുകയും വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ അവിടെ ആ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ഫിംഗറിലേക്ക് വിരലിൻ്റെ ആകൃതിയിലുള്ള സാധനങ്ങൾ അല്ലേ, ഓർഗനുകൾ ഉണ്ട്. എന്താണത്? വില്ല എന്ന് പറയും. അവർ വഴിയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അപ്പോൾ ചെറുകുടലിൽ ആരുണ്ട്? അല്ലെങ്കിൽ വില്ലയിൽ ആരുണ്ട്? വില്ലയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ രക്തക്കുഴൽ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ലോമികകൾ. ഈ ലോമിക എന്താണ്? ധമനികൾ കുഞ്ഞു ശാഖകളായി പിരിയുന്നവരാണെന്ത്? ധമനികൾ. നമ്മുടെ ഒരു മെയിൻ കമ്പ് ഇങ്ങനെ ആണെങ്കിൽ ആ കമ്പിൻ്റെ ശാഖകളില്ലേ, ചില്ലകൾ. അതേപോലെ തന്നെ നമ്മുടെ ചെറുകുടലിൻ്റെ അല്ലേ വില്ലയിൽ ആരുണ്ട്? ധമനികൾ. വില്ലകളും ചെറിയതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ലോമികൾ അതിൻ്റെ ചുറ്റിനും കിടക്കും. അവരിലേക്കാണ് എന്ത് പോവുക? സാധനങ്ങൾ, നമ്മുടെ ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ എന്ന് പറയും. പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് അങ്ങനെയിട്ടാണ്. അവർ എല്ലാ ഭാഗത്തും രക്തമാണ് അപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. ഓർത്തില്ലേ? രക്തമാണ് അപ്പോൾ കൊണ്ടുപോവുക. രക്തമാണ് നമ്മുടെ മെയിൻ എന്ന് ഓർക്കുക. നമ്മൾ കഴിക്കുന്നത് എന്താണോ അതാണ് ഇങ്ങോട്ട് പോവുക, രക്തത്തിലേക്ക് പോവുക. ഓക്കെ, നമ്മൾ കഴിക്കുന്നത് എന്താണ്, വായിക്കൂടെ എന്തിറങ്ങി പോകുന്നോ അത് ദഹിക്കുന്നു അല്ലേ, അത് രക്തത്തിലേക്ക് പോകുന്നു. ഓർത്തില്ലേ? അതെന്താണോ അതാണ് പോയിൻ്റ്. അത് തലയ്ക്കകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കേണ്ട കാര്യം നമ്മുടെ വായിലേക്ക് എന്താണോ പോകുന്നത് അത് ബ്ലഡിലേക്ക് കാണപ്പെടുക. ഓക്കെ, അത് ദഹിച്ചിട്ട് ബ്ലഡിലേക്ക് കാണപ്പെടും, ഉറപ്പല്ലേ. അപ്പോൾ അതാ നമുക്ക് അസുഖങ്ങളുടെയൊക്കെ പോട്ടെ, അതവിടെ നിൽക്കട്ടെ, അത് വേറെ ശാസ്ത്രം പോട്ടെ. അപ്പോൾ ഇവിടെ ലിംഫ് വെസൽസും കൂടെയുണ്ട്, ലാക്റ്റിയൽ ഗ്ലാൻസ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും രക്തത്തിൻ്റെ കൂടെ രക്തധമനി പോകുമ്പോൾ ആരും കൂടെയുണ്ട്? ലിംഫുണ്ട്, ലിംഫ് ഗ്രന്ഥികൾ, ലിംഫിൻ്റെ നോടുകൾ, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കൂടെ പോകും. രണ്ടും ഒന്നിച്ചാണ് പോകുന്നത് എപ്പോഴും. അപ്പം ലാക്റ്റിയൽ ഗ്ലാൻസ് എന്നൊക്കെ പറയും. രക്തധമനികൾ ഇതിൻ്റെ പുറത്തുകൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ വില്ലയെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അതിൽ വഴിയാണ് അല്ലേ, അതിലേക്കാണ് നമ്മുടെ ആഹാരം അല്ലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുക. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുക? ആൻസർ നമുക്കറിയാം, മെഡുല ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുക. മെഡുല എന്ന് പറയുമ്പോൾ തലച്ചോറില്ലേ ഇതിങ്ങനെ അങ്ങോട്ടല്ലേ, മെഡുല ഒബ്ലോങ്ങേറ്റ. ഇത് സെറിബ്രം, വലിയ ഭാഗം സെറിബ്രമാണ്. ഇവിടെ സെറിബെല്ലം ഉണ്ട്, ഇതിനകത്ത് ഹൈപ്പോതലാമസ് ഉണ്ട് അല്ലേ. ഇവിടെ മെഡുല ഒബ്ലോങ്ങേറ്റ താഴെ. ഇതാണ് നമ്മൾ അട്ടലിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ശ്വസനം നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല ഒബ്ലോങ്ങേറ്റ. ഇത് അനേച്ഛിക, നമ്മുടെ കൺട്രോളിലല്ല അതിരിക്കുക. അനേച്ഛിക പ്രവർത്തനമാണ് ശ്വസനം എന്ന് പറയുന്നത്, മെഡുല ഒബ്ലോങ്ങേറ്റ. ഓക്കെ, സെറിബ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വലിയ ഭാഗം സെറിബ്രമാണ്. കാഴ്ച, കേൾവി എല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? ഓർമ്മ. കാഴ്ച, കേൾവി, ഓർമ്മ, സുബോധം ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. ലാർജ് ഭാഗം, വലിയ ഭാഗം സെറിബ്രമാണ് അല്ലേ. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബെല്ലം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നമുക്കെന്ത് പറയാം? ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. ബാലൻസ്,
തുലന നില ബാലൻസ് പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ആര്? സെറിബെല്ലം. ഹൈപ്പോതലാമസ് ആരായിരിക്കണം? വിശപ്പ് കേട്ടോ. വിശപ്പ്, ലൈംഗിക ആസക്തി, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾ ആരുടെ കയ്യിലാണ്? ഹൈപ്പോതലാമസിൻ്റെ കയ്യിലാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? ഇവിടെ മഗ്നീഷ്യം, കാൽസ്യം, Fe ഉണ്ട്, Mn2+ അല്ലേ? ആരാണ്? കാൽസ്യമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു. ഓക്കെ, അത് രക്തം കട്ട പിടിക്കുന്നതിന് കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊരു അടുത്ത ദിവസം ഒരു ക്ലാസ്സിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അതൊരു ദിവസം എടുക്കാം, അടുത്ത ദിവസമാകട്ടെ. അപ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? Ca2+ അല്ലേ? കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? കാൽസ്യം എവിടെ സഹായിക്കുക അല്ലേ? ത്രോംബിനാവാനും അല്ലേ, ഫൈബ്രിൻ ത്രെഡ്സ് ഫോം ചെയ്യാനുമൊക്കെ കാൽസ്യം ആവശ്യമുണ്ട്. ഓക്കെ, ത്രോംബിനാവാനൊക്കെ കാൽസ്യം ആവശ്യമുണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രക്തം കട്ട പിടിക്കുകയുള്ളൂ അല്ലേ? അതായത് ഇവിടെ പ്ലേറ്റ്ലെറ്റ്, ഒരു മുറിവുണ്ടാകുമ്പോൾ ആര് വേണം? പ്ലേറ്റ്ലെറ്റ്സ് പുറത്തേക്ക് ചാടില്ലേ? മുറിവുണ്ടാകുമ്പോൾ രക്തകോശങ്ങളിൽ പെടുന്നതാണ് ആര്? പ്ലേറ്റ്ലെറ്റ്സുകൾ. മുറിവുണ്ടാകുമ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ ചാടി വീഴും, രക്തകോശങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി മാറും അല്ലേ? അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സുകളൊക്കെ അവിടെ കിടക്കും. ആ പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നുണ്ടാവണം, അപ്പോൾ അവിടെ കാൽസ്യം വേണമെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ. പ്ലേറ്റ്ലെറ്റ്സുകളൊക്കെ ഒരു ഫാക്ടേഴ്സ്, ചില ത്രോംബോകൈനേഴ്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടറൊക്കെ ഉണ്ട്, അതിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ സംഭവം നടക്കുകയുള്ളൂ. മുറിവുണ്ടാകുമ്പോൾ ആര് ചാടി വീഴുന്ന? ആരാണ് ആദ്യം? പ്ലേറ്റ്ലെറ്റ്സാണ് അവിടെ ചാടി വീഴുക അല്ലേ? അവരെന്തുണ്ടാക്കുന്ന അവിടെ ഇട്ട് ഈ ത്രോംബോകൈനേഴ്സ് പറയുന്ന സാധനം ആദ്യം അങ്ങോട്ട് കൊടുക്കുക. അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു പ്രോസസ്സുണ്ട്, നീളത്തിലൊരു പ്രോസസ്സാണ്, കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നിട്ടാണ് ലാസ്റ്റിൽ ഫൈബ്രിനോജനും ഫൈബ്രിൻ ത്രെഡ്സും ഒക്കെ ആയിട്ട് വരുള്ളൂ. അത് ലോങ് പ്രോസസ്സ് വേറെ ദിവസം ഞാൻ എടുത്തു തരാം. ഇവിടെ കാൽസ്യം ഉണ്ടാകുന്നു, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ അല്ലേ? പ്ലേറ്റ്ലെറ്റ്സ്, ഈ ത്രോംബോപ്ലാസ്റ്റ് കൈനേഴ്സ് അല്ലേ, അതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ കാൽസ്യം ആവശ്യമാണ്. ഓക്കെ, അടുത്തത് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അല്ലേ? യൂറിക് ആസിഡ് അടിയുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ശരിക്കും എന്താണിത്? യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണത്? ഗൗട്ടാണ് അല്ലേ? യൂറിക് ആസിഡ് അടിയെന്ന് പറയുമ്പോൾ ഗൗട്ടാണിത്. ഓക്കെ, ഈ ടെറ്റനസ് എന്ന് പറഞ്ഞ സംഭവം എന്താ? ടെറ്റനി എന്താണ്? അതായത് തുടർച്ചയായിട്ടിങ്ങനെ പേശി സങ്കോചം, തുടർച്ചയായി നമ്മൾ ഉദ്ദീപനം കൊടുക്കുകയാണെങ്കിൽ, ചലിക്കണം എന്ന് കൊടുക്കുകയാണെങ്കിൽ പേശി സങ്കോചം അങ്ങനെ തന്നെ നിൽക്കും. പേശികൾ എന്ന് പറയും, മസിൽസ് എന്ന് പറയുമ്പോൾ സങ്കോചിക്കുകയും അല്ലേ, പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യണം, വിശ്രാന്താവസ്ഥ പ്രാപിക്കുകയും ചെയ്യണം, സങ്കോചിക്കുകയും വിശ്രാന്താവസ്ഥ പ്രാപിക്കുകയും ചെയ്യണം. അപ്പം തുടർച്ചയായ ഉദ്ദീപനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുക? ആ പേശി സങ്കോചം അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും, ആ മസിൽസ് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. ആ അവസ്ഥയാണ് ടെറ്റനസ് എന്ന് പറയുക. പേശി സങ്കോചങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്ന അവസ്ഥയാണെന്ത്? പേശി സങ്കോചിച്ച് അങ്ങനെയാണ് നിൽക്കുന്ന അവസ്ഥയാണെന്ത്? ടെറ്റനസ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഈ ജീവനുള്ള പേശികളിൽ ലഘുവായ സങ്കോചാവസ്ഥകൾ നടക്കുന്നുണ്ട്. ലഘുവായ സങ്കോചങ്ങൾ മാത്രം, അത് ടോണസ് എന്ന് പറയും. ലഘുവായ സങ്കോചങ്ങളാണ് ടോണസ് എന്നറിയപ്പെടുക. ഓക്കെ, ടോണസ്. അപ്പോൾ ടെറ്റനി എന്താണെന്ന് ഓർത്തിരിക്കുക. ഈ സന്ധിവാദം എന്ന് പറയുന്ന സന്ധികളിൽ യൂറിക് ആസിഡോ മറ്റതൊക്കെ അടിയുന്ന സന്ധിവാദം കേട്ടോ. അടുത്ത ദിവസം ഗൗട്ട്. ടെറ്റനി എന്താണെന്ന് മനസ്സിലായല്ലോ? തുടർച്ചയായി നമ്മൾ പേശിക്ക് ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ പേശി സങ്കോചം അങ്ങനെ തന്നെ നിൽക്കുന്ന അവസ്ഥയാണെന്ത്? ടെറ്റനസ്. പേശി സങ്കോചങ്ങൾ അങ്ങനെ നിൽക്കുന്നു, മാറ്റമൊന്നും ഉണ്ടില്ല, ടെറ്റനസ് എന്ന് പറയും. ശരിക്കും എങ്ങനെ വേണം? സങ്കോചിക്കുകയും വിശ്രമാവസ്ഥ ഉണ്ടാവുകയും വേണം. അതാണ് നമുക്ക് ചാടാൻ ഉടൻ കഴിയുന്നത്, അങ്ങനെയാണ്. എന്നാൽ പേശി സങ്കോചം അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണെന്ത്? ടെറ്റനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നല്ല ഇനിയുണ്ടല്ലോ DNA ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, അടുത്ത ദിവസം എടുക്കാം കേട്ടോ. താങ്ക് യു.